ഹായ് ഗൈസ്, നമ്മളെ ഫാനിൻ്റെ ഫുൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഷോർട്സിൽ കണ്ട പോലെ ഒരു ഫാൻ എങ്ങനെ സിമ്പിളായിട്ട് ചെക്ക് ചെയ്യാമെന്നുള്ള ഒരു ഫുൾ വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത്. ഈ ഫാൻ വളരെ സിമ്പിളായിട്ട് ചെക്ക് ചെയ്യാം. അതിന് രണ്ട് മാർഗ്ഗങ്ങളുണ്ട്. ഒന്ന് മൾട്ടിമീറ്റർ വഴിയും ഒന്ന് ടെസ്റ്റ് ലാമ്പ് വഴി നമുക്ക് ചെക്ക് ചെയ്യാം. ഓരോ ഘട്ടങ്ങളായിട്ട് ഓരോന്നിലും കൂടെ ചെക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഫുള്ളായിട്ട് തന്നെ കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് ഒരു ടെസ്റ്റ് ലാമ്പിൽ കൂടെ എങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ നമ്മൾ ടെസ്റ്റ് ലാമ്പ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ടെസ്റ്റ് ലാമ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഒരു 5 മിനിറ്റത്തെ കാര്യമേ ഉള്ളൂ. അത് വളരെ പെട്ടെന്ന് വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ നോക്കാം. നമ്മൾ ഫസ്റ്റ് 2 പിൻ 2 വയർ കണക്ട് ചെയ്യുക. അതിൽ ഒരു വയർ നമ്മൾ മാറ്റിയിട്ടേക്കാണ്. ഇതിൽ നിന്ന് വരുന്ന ഒരു വയർ നേരെ ലൈറ്റിൽ കണക്ട് ചെയ്യുന്ന ഈ ഹോട്ടലിലോട്ട് നേരെ കണക്ട് ചെയ്യുക. അതിൻ്റെ ഒരു വയർ നമ്മൾ ഫ്രീ ആയിട്ട് മാറ്റിയിട്ടേക്കാണ്. കണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഈ ഹോൾഡറിൽ നിന്ന് വരുന്ന ഒരു വയറും ഉണ്ട്, ഈ 2 പിന്നിൽ നിന്ന് വരുന്ന ഒരു വയറും ഉണ്ട് ഫ്രീ ആയിട്ട് കിടക്കുന്ന. ഈ 2 വയർ വെച്ചാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഒന്ന് വെച്ചൊന്ന് മുറുക്കിയിട്ട് ഇത് ചെക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഈ ടെസ്റ്റ് ലാമ്പിന് വേണ്ടിയിട്ട് ഈ ഫിലമെൻ്റ് ബൾബ് മാത്രമേ യൂസ് ചെയ്യാവൂ. അല്ലാതെ നമ്മൾ സാധാ LED ബൾബൊന്നും ഉപയോഗിക്കരുത്. കാരണം അതിൽ ഡ്രൈവർ വരുന്നതുകൊണ്ട് ഇതിൻ്റെ പ്രകാശം കറക്റ്റായിട്ട് കാണിക്കത്തില്ല. LED ബൾബ് എപ്പോഴും നല്ല ബ്രൈറ്റായിട്ടേ കാണിക്കത്തുള്ളൂ. ഈ ഫിലമെൻ്റ് ബൾബ് പക്ഷേ അങ്ങനെയല്ല, അത് ഡിമ്മായിട്ടും കത്തും, നല്ല ബ്രൈറ്റായിട്ടും കത്തും. ആ ഒരു രീതിയിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഫിലമെൻ്റ് ബൾബ് വെച്ച് ചെക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് നിങ്ങൾക്ക് ഈ ഒരു ചെക്ക് ചെയ്യുന്ന വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ വെട്ടം നോക്കി നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നു ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ ബൾബ് ഈ ഹോട്ടലിൽ കണക്ട് ചെയ്തു. രണ്ടാമത് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ 2 പിൻ നമ്മൾ ഈ സോക്കറ്റിലോട്ട് കണക്ട് ചെയ്തു. ഇനി നമ്മൾ വളരെ സൂക്ഷിക്കണം. ഇതിൻ്റെ ഒരു വയറിൽ എപ്പോഴും സപ്ലൈ ഉണ്ടാവും. കണ്ടല്ലോ ഈ ടെസ്റ്റർ കത്തുന്ന. ഈ 2 വയർ തമ്മിൽ ടച്ച് ചെയ്യുമ്പോൾ ഈ ടെസ്റ്റ് ലാമ്പും കത്തണം. അപ്പോൾ വളരെ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. അത് കറണ്ട് അടിക്കും. അതുകൊണ്ട് അത് ഒന്നുകൂടെ പറയുകയാണ്, വളരെ സൂക്ഷിച്ച് കെയറായിട്ട് മാത്രമേ ചെക്ക് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമുക്കിനി ഫാൻ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്നും. ഫസ്റ്റ് നമ്മൾ ഫാൻ എടുത്തു. ഫാനിൻ്റെ ഒരു വയറിൽ സപ്ലൈ കൊടുക്കുമ്പോൾ ഈ 2 വയറിൽ കൂടെയും കറണ്ട് വന്ന് ഈ ടെസ്റ്റ് ലാമ്പ് കത്തുവാണെന്നുണ്ടെങ്കിൽ ഈ ഫാൻ ഓക്കെയാണ്. ഇതിന് കംപ്ലൈൻ്റ് ഒന്നുമില്ല, ഇത് വർക്ക് ചെയ്യും. ഇതിൻ്റെ കപ്പാസിറ്റർ വയറെല്ലാം കണ്ടുപിടിക്കുന്നതും ഈ ടെസ്റ്റ് ലാമ്പ് വെച്ച് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതും കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ ഫാൻ വർക്ക് ചെയ്യുമോ ഇല്ലേ എന്നുള്ളത്. അത് നമ്മൾ ടെസ്റ്റ് ലാമ്പ് വെച്ചും നമ്മൾ ചെക്ക് ചെയ്ത് കാണിച്ചു തരും. മൾട്ടിമീറ്റർ വെച്ചും ചെക്ക് ചെയ്ത് കാണിച്ചു തരും. ഫസ്റ്റ് നമുക്ക് ഈ ഒരു ടെസ്റ്റ് ലാമ്പ് വെച്ച് വർക്ക് ചെയ്യുന്ന എന്നെ നോക്കാം. ഫസ്റ്റ് നമ്മൾ ഈ ഒരു റെഡ് വയറിൽ ഇതിൻ്റെ വയർ കൊടുത്തു. ടെസ്റ്റ് ലാമ്പിൻ്റെ നമ്മൾ ബ്ലൂവിൽ കണക്ട് ചെയ്തു. ബൾബ് കത്തുന്നുണ്ട്. നമ്മൾ ഈ ബ്ലാക്കിലും കണക്ട് ചെയ്തു. ബൾബ് നല്ലപോലെ കത്തുന്നുണ്ട്. അപ്പം ഇങ്ങനെ കത്തുവാണെന്നുണ്ടെങ്കിൽ ഈ ഫാൻ ഓക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ വയറിൻ്റെ കണക്ഷൻസ് അത് പിന്നെ ഒന്നുകൂടെ കാണിച്ചു തരാം. നമ്മൾ മൾട്ടിമീറ്റർ വെച്ചാണ് ഇനി ഈ ഫാൻ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ നമ്മൾ എങ്ങനെയാണ് മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്യുന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഫസ്റ്റ് മൾട്ടിമീറ്റർ കണ്ടിന്യൂറ്റി മോഡിലോട്ട് മാറ്റി ഈ പ്രോബ് നമ്മൾ ടച്ച് ചെയ്തു. സൗണ്ട് ഈ ബീപ്പ് സൗണ്ട് കേൾക്കുന്നുണ്ട്. ഓക്കെയാണ്. നമ്മൾ ഒരു റെഡ് പ്രോബ് ഈ റെഡിൽ തന്നെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ബ്ലൂവിൽ കണക്ട് ചെയ്തു ഒരു വയർ. നമുക്ക് വാല്യൂ കാണിക്കുന്നുണ്ട്. ബ്ലാക്കിൽ വെച്ചു, അപ്പോഴും വാല്യൂ കാണിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് മൾട്ടിമീറ്റർ വെച്ച് ഒരു ഫാൻ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ അടുത്ത കാണിക്കാൻ പോകുന്നത് ഇതിൽ ഏതൊക്കെ 2 വയറിലാണ് കപ്പാസിറ്റർ കണക്ട് ചെയ്യാനുള്ളതാണ്. അത് നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ അത് വെച്ച് നമ്മൾ മൾട്ടിമീറ്റർ വെച്ച് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് ഈ ബ്ലാക്കിൽ വെച്ചു. നമ്മൾ ബ്ലൂവിൽ കണക്ട് ചെയ്തു. അപ്പോൾ വാല്യൂ 271 അടുത്ത റെഡ് കണക്ട് ചെയ്തു. അപ്പോഴും 203 ആ റേഞ്ചിൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മളിനി അടുത്ത വയർ റെഡ് കണക്ട് ചെയ്തു. ബ്ലൂവിൽ വെച്ചു. 473 വാല്യൂ കാണിക്കുന്നുണ്ട്. ബ്ലാക്കിൽ കണക്ട് ചെയ്തു. അപ്പം 203 കാണിക്കുന്നുള്ളൂ. അപ്പോൾ എപ്പോഴും നോക്കേണ്ടത് നമ്മൾ കപ്പാസിറ്റർ വയർ കണക്ട് ചെയ്യേണ്ടത് വാല്യൂ ഏതൊക്കെ വയർ തമ്മിൽ കൂടുമ്പോഴാണ് ഈ വാല്യൂ കാണിക്കുന്നത്. ആ വയറിലാണ് നമ്മൾ കപ്പാസിറ്റർ കണക്ട് ചെയ്യേണ്ടത്.
അതായത് റെഡിലും ബ്ലൂവിലുമാണ് നമ്മൾ കപ്പാസിറ്റർ കണക്ട് ചെയ്യേണ്ടത്. ഈ ബ്ലാക്ക് കോമൺ വയറാണ്, അതുകൊണ്ടാണ് നമ്മൾ ഈ ബ്ലാക്കിൽ കൊടുക്കുമ്പോഴത്തേക്ക് വാല്യൂ കുറയുന്നത്. ഈ റെഡിലും ബ്ലൂവിലും വെക്കുമ്പോഴത്തേക്ക് വാല്യൂ കൂടുന്നത് അതുകൊണ്ടാണ് ഈ വാല്യൂ കൂടിയായിട്ടുള്ള ഈ റെഡിലും ഈ ബ്ലൂവിലുമാണ് നമ്മൾ കപ്പാസിറ്റർ വയർ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഈ ടെസ്റ്റ് ലാമ്പ് വെച്ചിട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. എല്ലാവരുടെയും വീട്ടിൽ മൾട്ടിമീറ്റർ കാണണമെന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ 2 മാർഗം വഴിയും കാണിച്ചു തരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ടെസ്റ്റ് ലാമ്പ് വെച്ച് എങ്ങനെ ചെക്ക് ചെയ്യുന്നത് നോക്കാം. ഈ ടെസ്റ്റ് ലാമ്പ് വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഈ വയർ തമ്മിൽ മുട്ടാതെ മാറ്റി പിടിച്ചിട്ട് വേണം നമ്മൾ സോക്കറ്റിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്വിച്ച് ഇട്ടു, നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കി, ബൾബ് കത്തുന്നുണ്ട്. നമ്മൾ റെഡിലും ഈ ബ്ലൂവിലും കൂടെ കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് ബൾബിൻ്റെ പ്രകാശം കുറവാണ്. അതേസമയം നമ്മൾ ബ്ലാക്കിൽ ടച്ച് ചെയ്യുമ്പോൾ നല്ല പ്രകാശമുണ്ട്. ഈ ബ്ലാക്കിൽ നമ്മൾ ബ്ലൂയിൽ ടച്ച് ചെയ്യുമ്പോൾ നല്ല പ്രകാശമുണ്ട്, റെഡിൽ ടച്ച് ചെയ്യുമ്പോഴും പ്രകാശമുണ്ട്. പക്ഷേ ഈ റെഡും ബ്ലൂവും കൂടെ ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് പ്രകാശം കുറവാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയാണ് നമ്മൾ ഈ കപ്പാസിറ്റർ വയർ കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും ബൾബിൻ്റെ പ്രകാശം കുറവായിരിക്കും. അതേസമയം നമ്മൾ കോമണിൽ അതായത് ബ്ലാക്കിൽ കണക്ട് ചെയ്യുമ്പോൾ എപ്പോഴും പ്രകാശം കൂടുതലായിരിക്കും. നമ്മൾ ബ്ലാക്കിൽ കണക്ട് ചെയ്തിട്ട് ഈ ബ്ലൂവിൽ കണക്ട് ചെയ്താലും റെഡിൽ കണക്ട് ചെയ്താലും പ്രകാശം എപ്പോഴും കൂടുതലായിരിക്കും. അപ്പം പ്രകാശം കുറഞ്ഞ 2 വയറിലാണ് നമുക്ക് കപ്പാസിറ്റർ കണക്ട് ചെയ്യാനുള്ളത്. അപ്പോൾ അത് നമ്മൾ കാണിച്ചു തരാം. കപ്പാസിറ്ററിൻ്റെ 2 വയർ നമ്മൾ നേരത്തെ കാണിച്ചു തന്ന പോലെ ഈ ബ്ലൂവിലും ഈ റെഡിലും കൂടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫാൻ ഒന്ന് കറക്കി നോക്കാം, എങ്ങനെ ഇത് കറങ്ങുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഇത് ചെക്ക് ചെയ്യില്ലെന്ന് മാത്രമല്ല നമ്മൾ ഇതുവരെ പറഞ്ഞു തന്നോളൂ. ഇപ്പോൾ ഇത് കറങ്ങുമില്ലേ എന്നൊന്നും നമ്മളൊന്ന് കാണിച്ചു തരാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് വയർ കൊടുക്കുവാണ്. നമ്മൾ വയർ കണക്ട് ചെയ്യാണ്. ഈ ഒരു റെഡിലും കണക്ട് ചെയ്തു, ബ്ലാക്കിലും കണക്ട് ചെയ്തു, ഫാൻ കറങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ദയവായി എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.